ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇൻട്രോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. നമ്മൾ വൈകുന്നേരമായപ്പോൾ പെട്ടെന്നൊരു ലുലു പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് വന്നിട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. പക്ഷേ ലുലു നമ്മൾ അധികം ഷോപ്പ് ചെയ്യാറില്ല, ടു എക്സ്പെൻസാണ്. ഭയങ്കര പൈസ പറഞ്ഞാൽ ഭയങ്കര പൈസ കേട്ടോ. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ക്രിസ്മസ് ആയി, അപ്പോൾ അതിൻ്റെ കുറേ അൽപ്പത്തെ സാധനങ്ങളും സാധന സാമഗ്രികളൊക്കെ അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ റേറ്റ് കണ്ടാൽ നമ്മുടെ കണ്ണിങ്ങനെ പുറത്തോട്ട് വരും, അമ്മാതിരി റേറ്റ് ചെയ്ത് നോക്കി. ഒരു ക്രിസ്മസ് ട്രീക്ക് 6000 രൂപ. എന്ത് പണ്ടാരാണ്, ഒടുക്കത്തെ വില പറഞ്ഞാൽ ഒടുക്കത്തെ വില കേട്ടോ. അതൊക്കെ കണ്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് നൈസായിട്ട് നമ്മൾ മീറ്റിൻ്റെ സെക്ഷനിൽ പോയിട്ട് അവിടുന്ന് 1 കിലോ ചിക്കൻ വാങ്ങിച്ചിട്ട് പിന്നെ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടോ. ഇതാണ് പച്ചക്കറി വാങ്ങിച്ച പിന്നെയുള്ള ടാസ്ക്. എന്താ പറയുക, അതിൻ്റെ കിലോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പിന്നെ അതും കഴിഞ്ഞിട്ട് ബില്ലടിക്കാൻ വെയിറ്റ് ചെയ്യണം. ഒക്കെ ഫുള്ള് വെയിറ്റിംഗ് ആണ് അവിടെ. അതാണ് വെറുതെ മട്ടിക്കണത് അതാണ്. അത് പിന്നെ സാധനങ്ങളൊക്കെ ബില്ലടിച്ചിട്ട് നമ്മൾ പിന്നെ വേറെ എവിടെയും കയറാൻ നിന്നില്ല, നേരെ വീട്ടിലോട്ട് വന്നിട്ടോ. വീട്ടിലോട്ട് വന്നപ്പോൾ നമ്മൾ ലുലുന്ന് അടപ്പായസം വാങ്ങിച്ചിട്ടുണ്ട്. അത് കുടിച്ചിട്ട് അമ്മേ എന്ത് ടേസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാം, അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. അതൊക്കെ കുടിച്ചിട്ട് നമ്മുടെ കാര്യം പരിപാടിയിലോട്ട് നീങ്ങിട്ടോ. നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച്, അതായത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് മുളകും പൊടി കാശ്മീരിയാണ് കേട്ടോ. അതുകൊണ്ട് എത്ര പൊടി ഇട്ടാലും എരി ഉണ്ടാവില്ല, കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കനിക്കും ബീഫിനൊക്കെ ഞാൻ മല്ലിപ്പൊടി അത്യാവശ്യം ഇടട്ടോ, നല്ലപോലെ ഇടും. പിന്നെ എരിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഗരം മസാല കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. വെറുതെ വാങ്ങിച്ചതല്ലേ, കെട്ടക്കട്ടെ അവിടെ. ഞാൻ ഗരം മസാല ഒന്നും ഇടാറില്ല, അപ്പോൾ ഞാൻ വാങ്ങിച്ചതുകൊണ്ട് ഇല്ലതുകൊണ്ട് ഇടുകയാണ് കേട്ടോ, അല്ലാതെ ഞാൻ ഇടാറില്ല. പിന്നെ കുറച്ച് നമ്മുടെ ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ഭാഗത്തോട്ട് മാറ്റി വയ്ക്കാനതാണ്. കുറച്ച് നേരം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ കൈ കൊണ്ടാക്കി. എനിക്ക് കുരുമുളക് ഇട്ടതുകൊണ്ട് കൈ വേഗം പുകച്ചിട്ട് വരും. അതുകൊണ്ട് തന്നെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് തക്കാളി, ഒരു തക്കാളി, ഒരു സവാളയും പിന്നെ 2 പച്ചമുളകും മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്രയും മതി. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനവിടെ, അപ്പം അത് ഞാൻ കാണിച്ചിട്ടില്ല. അങ്ങനെ കുക്കർ വെച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും സവാള അരിഞ്ഞതിട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കട്ടോ. ഒന്ന് വേണ്ടി വരുമ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അതിലിട്ടിട്ട് വീണ്ടും നല്ലപോലെ ഇങ്ങനെ ചറപറ എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും സെറ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചിക്കനും തക്കാളി ഇട്ടിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കുക. പെട്ടെന്ന് പരിപാടി കഴിയും, അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ കഴുകി വയ്ക്കുകയാണ്. ഞാൻ അങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കുറേ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ വേണ്ട, ഇനി രാവിലെ കഴുകാൻ പോയി കിടന്നാൽ ഉറക്കം വരില്ല. അവിടെ നിന്ന് എണീറ്റ് വന്ന് കഴുകി കിടന്നാലേ പിന്നെ ഉറങ്ങുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് എനിക്ക്, അതെന്താണെന്നറിയില്ല. അപ്പോൾ വെറുതെ ഇനി ആദ്യം ഉറക്കത്തിന് എണീറ്റ് വരണ്ടല്ലോ ഇതിട്ട് സിങ്കിലുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. പിന്നെ ആ കഴുകിയ പാത്രങ്ങളൊക്കെ അതാത് സ്ഥലത്ത് തന്നെ എനിക്ക് വെക്കണം, അല്ലെങ്കിൽ എനിക്ക് കഴുകാത്ത പോലെ വീണ്ടും ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ അതാത് സ്ഥലത്ത് തന്നെ എല്ലാം കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിങ്ക് വൃത്തിയാക്കണമല്ലോ, പാത്രം കഴുകി അപ്പം സിങ്ക് വൃത്തിയാക്കണം. അതാണല്ലോ അതിൻ്റെ ഒരു നാട്ടു നടപ്പ്. അപ്പം അങ്ങനെ സിങ്ക് വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ പൊറോട്ടയും പായസവും മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടേ ഇല്ല. ബോളി ഉണ്ടെങ്കിൽ പായസം വാങ്ങിക്കാമെന്ന് കരുതും, പക്ഷേ ബോളി ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ പായസം വാങ്ങിച്ചിട്ടുണ്ട്, അടിപൊളി പായസമാണ്. പായസത്തിനൊരു കുറ്റം പറയൽ, അടിപൊളി പായസമായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സിങ്ക് വൃത്തിയാക്കിയിട്ട് നമ്മൾ തിണ്ട് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇതെന്നെ വന്നാലും പണി, പോകുമ്പോഴും പണി. വർക്കിംഗ് വുമൺസിന് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയായിരിക്കും. ഓഫീസിൽ പോണ വരെ അടുക്കള ജോലി, പിന്നെ ഓഫീസിൽ പോയാൽ ഓഫീസിലെ ജോലി, തിരിച്ചു വന്നാൽ വീണ്ടും വീട്ടിലെ ജോലി. എന്താല്ലേ, ഒരു സമാധാനമില്ല, ഒരു ഒഴിവില്ലാത്തൊരു പണി. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ആയി രാത്രി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ സിനിമ എന്തെങ്കിലും കാണട്ടെ, അപ്പം ഇന്ന് അക്കരെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മളോടൊരു വീഡിയോ എന്ന് പറയാം കേട്ടോ. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തന്നെ, ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരത്ത് ഇതൊക്കെ തന്നെ പരിപാടി. ഇപ്പോൾ ഓഫീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ടാറ്റാ.